ഇന്ത്യ യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കാൻ പോവാണോ സർ? റഷ്യയുടെ സഹായത്തോടെ അല്ലേ? അത് പറയുമ്പോൾ ഇന്ത്യ റഷ്യൻ വിമാനങ്ങൾ ആദ്യമായിട്ട് നിർമ്മിക്കാൻ പോകുന്നു എന്നാണോ പ്രജിത കരുതുന്നത്? അല്ലേ? അല്ല. കാരണം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ പങ്കെടുത്ത അതിശക്തമായ റഷ്യൻ യുദ്ധവിമാനം സുഖോയ് 30 MK1 ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നത്. റഷ്യയുടെ വിമാനം ഇന്ത്യയിലാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡാണ് ഉണ്ടാക്കുന്നത്. അതായത് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് നമ്മുടെ നാസിക് പ്ലാന്റിലാണ്, HALൻ്റെ നാസിക് പ്ലാന്റിലാണ് Su-30 MK1 എന്ന് പറയുന്ന റഷ്യൻ യുദ്ധവിമാനം നിർമ്മിക്കുന്നത്. അതിൻ്റെ 60% പാർട്സും ഇന്ത്യനാണ്. എൻജിൻ ഉണ്ടാക്കുന്ന ഒഡീഷയിലെ കൊരാപുട്ട് പ്ലാന്റിലാണ്. അതായത് ആ വിമാനത്തിൻ്റെ എൻജിൻ വരെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്. ഇന്ത്യയും റഷ്യയും തമ്മിൽ വളരെ ദീർഘകാലമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഭാഗമായി റഷ്യയുടെ പ്രസ്റ്റീജിയസ് വിമാനങ്ങളിലാണ് സുഖോയ് 30. ആ സുഖോയ് 30 ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് 270 പരം വിമാനങ്ങൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഇനി ഒരു 12 കൂടെ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു പറഞ്ഞത് മുഴുവൻ ഇന്ത്യൻ പട്ടാളത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ആയുധങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്രയേലിന് കൊടുക്കുന്നുണ്ട്. അത് നമ്മളുണ്ടാക്കുന്നത് മുഴുവൻ നമുക്ക് എടുക്കാൻ പറ്റില്ല, കരാർ അങ്ങനെയാണ്. അത് നമ്മൾ വില കൊടുത്ത് വാങ്ങണം. ഇപ്പോൾ HAL ഉണ്ടാക്കുന്ന നമ്മുടെ തേജസ് വിമാനം നമ്മൾ പൈസ കൊടുത്ത HAL നിന്ന് മേടിക്കുന്നത്. ഇന്ത്യൻ കമ്പനിയാണ്, ഇന്ത്യൻ പൊതുമേഖലാ കമ്പനിയാണെങ്കിൽ പോലും നമ്മൾ പണം കൊടുത്താണ് വാങ്ങുന്നത്. എന്ന് പറയുന്ന പോലെ സുഖോയ് വിമാനങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ രാജ്യത്ത് ആവശ്യത്തിനുള്ള വിമാനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. സുഖോയ് പോലെയുള്ള വിമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു പുതിയ അറിവായിരിക്കും. സുഖോയ്, റഷ്യയുടെ ഈ ഫൈറ്റർ ജെറ്റായ സുഖോയ് ഇന്ത്യയിൽ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് വാങ്ങുന്നുള്ള ആദ്യം കേൾക്കുന്ന കുറച്ച് പേരുകളുണ്ടാവും. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ യാത്രാ വിമാനം എന്ന് പറയുമ്പോൾ ലോകത്ത് യാത്രാ വിമാനങ്ങൾ ഉണ്ടാക്കുന്ന 2 കമ്പനികളാണ്, എയർബസും ബോയിങ്ങും. എയർബസ് ഫ്രാൻസിൻ്റെയാണ്, ബോയിങ് അമേരിക്കയുടെയാണ്. ഇവർക്കാണ് ലോകത്തെ യാത്രാ വിമാനങ്ങളുടെ ഏതാണ്ട് കുത്തക. പക്ഷേ റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ എയർബസും വാങ്ങുന്നില്ല, ബോയിങ്ങും വാങ്ങുന്നില്ല. ഇലൂഷൻ എന്ന് പറയുന്ന വിമാനമാണ് റഷ്യയുടെ വിമാനങ്ങൾ. ഇലൂഷനാണ് അവർ ഉപയോഗിക്കുന്നത്. പുടിൻ വന്നതും ഇലൂഷനിലാണ്. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട കമ്പനികളുണ്ട്. അപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കരാറിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കും, അതിന് റഷ്യ സഹായിക്കും എന്നൊക്കെ കുറച്ച് കാലമായിട്ട് വാർത്തയുണ്ട്. പക്ഷേ വാർത്ത അതിൻ്റെ റിസൾട്ട് കണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വിങ്സ് ഇന്ത്യ 2026 2026 എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ, ഏവിയേഷൻ എയർക്രാഫ്റ്റ് എക്സിബിഷൻ ഇപ്പോൾ ഹൈദരാബാദിൽ നടക്കുകയാണ്. ഇന്നലെ ആ ഹൈദരാബാദിൽ നടക്കുന്ന ആ എക്സിബിഷനിൽ വെച്ച് യുണൈറ്റഡ് എയർക്രാഫ്റ്റ്സ് കോർപ്പറേഷൻ, റഷ്യൻ കമ്പനിയാണ്, റഷ്യയിലെ റോസ്റ്റെക് സ്റ്റേറ്റ് കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനും നമ്മുടെ HALും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും തമ്മിൽ ഇന്നലെ കരാർ ഒപ്പിട്ടു. നമ്മൾ ഈ വിമാനങ്ങൾ ഉണ്ടാക്കുന്നു പറഞ്ഞാൽ ആദ്യമായി പുറത്തേക്ക് വിൽക്കാനല്ല, നമ്മുടെ ആഭ്യന്തര വിമാന സർവീസിന് ഉപയോഗിക്കാൻ 180 സീറ്റുകൾ വരെയുള്ള വിമാനങ്ങൾ. അപ്പോൾ നമ്മൾ ആഭ്യന്തരമായിട്ടുള്ള ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷം ഒരു പദ്ധതിയുണ്ട്, ഉഡാൻ പദ്ധതി. ഉഡാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുകിട ഇടത്തരം നഗരങ്ങളെ തമ്മിൽ വ്യോമമാർഗത്തിൽ ബന്ധിപ്പിക്കുക, കുറഞ്ഞ ചിലവിൽ വിമാനയാത്ര സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഉഡാൻ, ചെറിയ വിമാനങ്ങൾ പറപ്പിക്കുന്ന ചെറിയ എയർപോർട്ടുകൾ ഉണ്ടാക്കുക എന്നൊരു പദ്ധതിയുണ്ട്. അത് പലയിടത്തും നടന്നു വരുന്നു. അത് ത്വരിതഗതിയിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുകയാണ്. അപ്പോൾ ഉഡാൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ റഷ്യയുടെ സൂപ്പർ ജെറ്റ് 100 എന്ന് പറയുന്ന വിമാനമാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഉടനെ ആദ്യമേ ഒരു 12 വിമാനങ്ങൾ ഇപ്പോൾ നമ്മൾ ഉടനെ വാങ്ങും. എന്നിട്ട് പിന്നെ ഒരു 18 മാസത്തിനുള്ളിൽ, അടുത്ത വർഷത്തിനുള്ളിൽ നമ്മൾ ഈ വിമാനങ്ങൾ നിർമ്മിച്ച് തുടങ്ങും എന്ന തരത്തിലാണ് വരുന്നത്. അതിൻ്റെ സാങ്കേതികവിദ്യ, അതിൻ്റെ പരിപാലനം, മെയിൻ്റനൻസ് എല്ലാം നമുക്ക് കൈമാറി. ഇപ്പോൾ സുഖോയ് നമ്മൾ ഉണ്ടാക്കുന്ന പോലെയാണ് നമ്മൾ സൂപ്പർ ജെറ്റ് 100 ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കുള്ളിലുള്ള വിമാന സർവീസിനെ മെച്ചപ്പെടുത്തുന്നതാണ് ഈ കരാർ. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ നോക്കുന്നത് മാത്രമല്ല, നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വിൽക്കുകയും ചെയ്യും. ഇപ്പോൾ 200ഓളം ഇത്തരം വിമാനങ്ങളുടെ ഡിമാൻഡ് ഇപ്പോൾ തന്നെയുണ്ട്. 100 സീറ്റുകളെങ്കിലുമുള്ള 200എങ്കിലും വിമാനങ്ങൾക്ക് ഇപ്പോൾ തന്നെ HALന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതായത് കരാറാവുന്നതിന് മുമ്പ് തന്നെ 100 വിമാനങ്ങൾക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ നോക്കൂ എത്ര ലാഭകരമായ പദ്ധതിയാണ്. ഒരു പദ്ധതി കരാർ ഇന്നലെ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സൂപ്പർ ജെറ്റ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നു റഷ്യയുമായി ചേർന്ന് എന്ന് വന്നപ്പോൾ തന്നെ 200 എണ്ണത്തിന് ഓർഡർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ റഷ്യ എന്ന് പറയുന്ന രാജ്യം നമ്മളോട് എക്കാലത്തും കാണിച്ചിരിക്കുന്ന ഒരു മമത അല്ലെങ്കിൽ സൗഹാർദ്ദം, സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതലുള്ള ആ ആത്മബന്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് യുദ്ധവിമാനങ്ങളുടെ പദ്ധതി, ഇപ്പോൾ യാത്രാ വിമാനങ്ങളുടെ പദ്ധതി അതിപ്പോൾ നടപ്പാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ആദ്യമായിട്ടല്ല കേട്ടോ, പക്ഷേ ഇന്ത്യ ഈ യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. 1988 വരെ നമുക്ക് പ്രജിത ഒരുപക്ഷെ കേട്ട് കാണാം, ആവ്രോ വിമാനങ്ങളുണ്ടായിരുന്നു. ആവ്രോ HS 748 എന്ന് പറയുന്ന വിമാനം
ഇന്ത്യയിലുണ്ടായിരുന്നു. ബ്രിട്ടീഷ് കമ്പനിയാണ്. HS-748 നിർമ്മിച്ചിരുന്ന ബ്രിട്ടീഷ് കമ്പനി ആവറോ പിന്നീട് ഹാക്കർ സിഡ്ലി എന്ന പേരിൽ മാറി. ആ ആവറോ വിമാനങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കാൺപൂരിലെ HALൻ്റെ പ്ലാന്റിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിന് നമ്മുടെ എയർഫോഴ്സിനും കുറേ വിമാനങ്ങൾ വാങ്ങിച്ചിരുന്നു. അപ്പോൾ എയർഫോഴ്സിൻ്റെ കയ്യിലുള്ള ആവറോ വിമാനങ്ങൾക്ക് സുബ്രതോ എന്നായിരുന്നു അവർ വിളിച്ചുകൊണ്ടിരുന്നത്. എയർ ചീഫ് മാർഷലായിരുന്ന സുബ്രതോ മുഖർജിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം സുബ്രതോ എന്ന് പേരിട്ട് യുദ്ധങ്ങളിലും സൈനിക ഓപ്പറേഷനുകളിലൊക്കെ ഈ ആവറോ വിമാനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അതുകൂടാതെ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആവറോ വിമാനങ്ങൾ നമ്മൾ പറപ്പിച്ചുകൊണ്ടിരുന്നു. ആവറോ വിമാനങ്ങൾക്ക് മെച്ചപ്പെട്ട വിമാനങ്ങൾ വന്നു. സാങ്കേതിക വിദ്യയിലും ഒക്കെ മെച്ചപ്പെട്ട വിമാനം വന്നു. മാത്രമല്ല ഈ ആവറോ വിമാനത്തിന് ഭയങ്കര ശബ്ദമായിരുന്നു പറഞ്ഞത്. അപ്പോൾ ശബ്ദം രഹിതമായ കുറച്ചുകൂടെ സൈലൻ്റ് ആയിട്ടുള്ള വിമാനങ്ങളൊക്കെ വന്നപ്പോൾ ആവറോയുടെ ഡിമാൻഡ് കുറഞ്ഞു. പിന്നെ കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോഴും ചില ചരക്ക് വിമാനങ്ങളൊക്കെ ആയിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് ആവറോ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ നമ്മൾ ഈ ബ്രിട്ടീഷ് കമ്പനിയുമായി ചേർന്നിട്ട് 1960 ഈ കമ്പനിയുമായി ചേർന്ന് നമ്മൾ വിമാനങ്ങൾ ഉണ്ടാക്കുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. 88 അവസാനിപ്പിച്ചാണ്. അത് ബ്രിട്ടൻ്റെ ആയിരുന്നു. പക്ഷേ അപ്പോഴും ഈ പറഞ്ഞ പോലെ വലിയ തോതിൽ വിമാനങ്ങൾ നിർമ്മിക്കുകയും ലോക മാർക്കറ്റിലേക്ക് മത്സരിക്കാൻ പാകത്തിനുള്ള സൂപ്പർ ജെറ്റ് പോലെയുള്ള വിമാനങ്ങൾ, അതാണ് എൻ്റെ പ്രത്യേകത. ആവറോ ഒക്കെ ആഭ്യന്തരമായി പറക്കാവുന്ന ചെറിയ വിമാനങ്ങളാണ്. പക്ഷേ ഇത് സൂപ്പർ ജെറ്റ് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര യാത്രകൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ വിമാനങ്ങളാണ്. വലുതെന്ന് വെച്ചാൽ സീറ്റെണ്ണമല്ല, പക്ഷേ കരുത്തുള്ള വിമാനങ്ങൾ. ആ വിമാനങ്ങൾ നമ്മൾ നിർമ്മിച്ചുകൊണ്ട് ലോക വിമാന നിർമ്മാണ മാർക്കറ്റിലേക്ക് നമ്മൾ നടക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യം മുൻകാലങ്ങളിൽ നമ്മൾ പറയും അമേരിക്ക വലിയ ആയുധ കച്ചവടക്കാരനാണ്. ഇന്ത്യ പോലെയുള്ള മൂന്നാം ലോക രാജ്യങ്ങളെ നിരന്തരം പ്രശ്നങ്ങളിലേക്ക് തള്ളിവിട്ട് അമേരിക്കയുടെ ആയുധങ്ങൾ വിൽക്കുക, എവിടെ യുദ്ധം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലും അമേരിക്കയാണ്. അപ്പോൾ ഏറ്റുമുട്ടുന്ന രണ്ട് കൂട്ടർക്കും അമേരിക്ക ആയുധം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥിതി മാറിയിട്ട് ലോക ആയുധ മാർക്കറ്റിലെ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പങ്കാളിയായിട്ട് ഇന്ത്യ മാറി. നമ്മുടെ ബ്രഹ്മോസിന് വിയറ്റ്നാം, ഇന്തോനേഷ്യ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഡിമാൻഡുണ്ട്. അർമേനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മുടെ ആകാശ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ വാങ്ങുന്നു. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു തരത്തിൽ നമുക്ക് വലിയ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായില്ല, നമുക്ക് വലിയ അപകടങ്ങളും ഉണ്ടായില്ല. പക്ഷേ ഇന്ത്യയുടെ കരുത്ത്, സൈനിക കരുത്ത്, വ്യോമക്കരുത്ത്, പ്രതിരോധ കരുത്ത് തെളിയിച്ച ഒന്നായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാൻ വലിയ തോതിൽ തുർക്കിയിൽ നിന്നൊക്കെ കിട്ടിയ ബരാക്തർ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് നമ്മളെ വലിയ തോതിൽ ആക്രമിച്ചെങ്കിലും ഒരൊറ്റ എണ്ണം പോലും ഇന്ത്യയിൽ വന്ന് നാശനഷ്ടമുണ്ടാക്കാതെ നമുക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റി. മാത്രമല്ല ചൈനയുടെ PL-15 പോലെയുള്ള മിസൈലുകൾ പോലും പൊട്ടാതെ നമ്മുടെ മണ്ണിൽ വന്ന് വീടും. അതെടുത്ത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ടെക്നോളജി പഠിച്ചിട്ട് നമ്മളെന്ത് ചെയ്തു, അത് നമ്മുടെ അസ്ത്ര 3 മിസൈലുകൾ ചൈനീസ് ടെക്നോളജി അനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള യുദ്ധം കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ പ്രതിരോധ ശേഷി എന്താണെന്ന് മനസ്സിലായി, നമ്മുടെ വ്യോമക്കരുത്ത് മനസ്സിലായി. എന്നാൽ ആ യുദ്ധത്തിൻ്റെ സമയത്ത് ഞാൻ ഡിഫൻസ് സൈറ്റുകളിൽ വായിച്ചിട്ടുണ്ട്, 100-200 ഡ്രോണുകളൊക്കെ ഒരുമിച്ചാണ് അവർ പറപ്പിച്ചു വിട്ടത്. നമുക്കത് നമ്മൾ S-400 ഏതാണ്ട് 9 തവണയോ മറ്റോ നമ്മൾ ചാർജ് ചെയ്തുള്ളൂ. കാരണം അതിന് വലിയ ചിലവാണ്. S-400 ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മിസൈലുകൾ വിക്ഷേപിക്കുക, അത് പ്രതിരോധം എന്ന് വെച്ചാൽ വലിയ എക്സ്പെൻസീവാണ്. അതിന് പകരം നമ്മൾ ആകാശ് പോലെയുള്ള മിസൈലുകൾ ഉപയോഗിച്ചു. പിന്നെ നമ്മൾ നല്ല സ്നൈപ്പർമാരെ റെഡിയാക്കിയിരുന്നത്, ആ സ്നൈപ്പർമാരെ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തി എന്നാണ് പറയുന്നത് ഡ്രോണുകളെ. അപ്പോൾ നമ്മുടെ പട്ടാളക്കാർക്ക് അവരുടെ ഉന്നം പരീക്ഷിക്കാനുള്ള അവസരമായിരുന്നു. നമ്മുടെ പിള്ളേർക്ക് പറന്ന് ചെന്ന് പാകിസ്ഥാൻ്റെ മർമ്മപ്രധാനമായ സ്ഥലങ്ങൾ അടിക്കാനുള്ള അവസരമായിരുന്നു. നമ്മുടെ ബ്രഹ്മോസ് പ്രയോഗിക്കാനുള്ള അവസരമായിരുന്നു. ഈ ശിവതാണുപിള്ള ഉണ്ടല്ലോ, നമ്മുടെ ബ്രഹ്മോസിൻ്റെയൊക്കെ നമ്മുടെ മിസൈൽ പദ്ധതിയുടെയൊക്കെ പ്രധാനപ്പെട്ട കക്ഷിയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ UAE ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് ഒരുപാട് സൈനിക തലവന്മാരൊക്കെ വന്നു. അങ്ങനെ പാകിസ്ഥാൻ്റെ ആളുകളും വന്നു, അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ ഈ ബ്രഹ്മോസ് നമ്മൾ വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മോസ് പാകിസ്ഥാന് തരുമെന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും തരും, പക്ഷേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ തരുമെന്ന് പറഞ്ഞു. നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തു കുറച്ചെണ്ണം, ആ നൂർഖാനിലൊക്കെ ഇട്ട് കൊടുത്തല്ലോ എന്ന്. അത് വളരെ സുപ്രസിദ്ധമായൊരു മറുപടിയാണ്, വളരെ ഫേമസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വ്യോമശേഷിയൊക്കെ തെളിയിക്കാൻ പറ്റി. പക്ഷേ ഇതിനകത്ത് നിർണായകമായി നമ്മളെ സഹായിച്ചിട്ടുള്ളത് എക്കാലത്തും സോവിയറ്റ് യൂണിയനും പിന്നീട് റഷ്യയുമാണ്. നമുക്ക് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള, വിശ്വസിക്കാവുന്ന, ആശ്രയിക്കാവുന്ന ഒരു പങ്കാളിയാണ് ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കിൽ നിന്ന് റഷ്യ തെളിയിച്ചിട്ടുണ്ട്, സോവിയറ്റ് യൂണിയനും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം പുതിയ വ്യോമയാനങ്ങൾ നിർമ്മിക്കുന്ന, അതായത് കൊമേഴ്സ്യൽ യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ വളർത്തിയെടുക്കാൻ പുടിൻ സഹായിക്കുന്നു. പുടിനും മോദിയുമായുള്ള സൗഹൃദത്തിൻ്റെ ഒരടയാളം കൂടിയാണ് ഇന്ത്യയുടെ പുതിയ
യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കുന്ന കരാർ ഇന്നലെ ഒപ്പുവെച്ചെന്നുള്ളത് ഞാനിപ്പോഴും അത്ഭുതപ്പെടുകയാണ്. കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. രാജ്യം ഗ്ലോബൽ ആയുധ മാർക്കറ്റിൽ നമ്മൾ ഇറങ്ങുന്ന പോലെ ലോകത്തെ വിമാന നിർമ്മാണ കമ്പനികൾ വിമാന നിർമ്മാണം നടത്തുന്ന വിമാനങ്ങൾ ഉണ്ടാക്കി ലോകത്ത് വിൽക്കാൻ പോകുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നുള്ള വാർത്ത എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങളിൽ ചർച്ചയാവാത്തത്? കാരണം പല വീഡിയോകളിലും നമ്മൾ ഇത്തരം ചോദിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇത്രയും പോസിറ്റീവായിട്ടുള്ള, ഇത്രയും ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള, ഇത്രയും പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ മൂടി വെക്കുകയാണ്, പറയാതിരിക്കുകയാണ്. കാരണം അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് കിട്ടും. അതുകൊണ്ട് അത് ഞങ്ങൾ പറയില്ല എന്ന് വാശി പിടിക്കുന്ന മാധ്യമങ്ങൾക്കിടയ്ക്കാണ് പ്രജിത നമ്മളെപ്പോലെയുള്ള ചാനലുകളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ ഇത്തരം വാർത്തയൊക്കെ എത്തിക്കുന്നുണ്ട്. അവർ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷൻസ് അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. നമ്മൾ കൃത്യമായ കാര്യങ്ങൾ, നമ്മൾ ഒരിക്കലും ഊഹാപോഹങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത് അവർ പലരോടും സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായിരുന്നു 3-4 ദിവസം. അവിടെ നിൽക്കുമ്പോൾ ഡൽഹി മലയാളികൾക്കിടയിൽ ഒരുപാട് പേർക്ക് നമ്മളെ അറിയാം. അവരെല്ലാം വരുന്നു, നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് പലരോടും ചോദിച്ചു, നിങ്ങൾ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞുണ്ടല്ലോ, മറ്റേ ചാനലിൻ്റെ പുതിയ ചാനലല്ലേ. അങ്ങനെയാണ് പലരും തിരിക്കുന്നത്. ഇത് മറ്റേ ചാനലിൻ്റെ പുതിയ ചാനലൊന്നുമല്ല, ഇന്ത്യ ലൈവ് പുതിയ ചാനലാണ്. അത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്ത്യ ലൈവ് നവംബർ 1 മുതൽ ആരംഭിച്ച പുതിയ ചാനലാണ്. നിങ്ങൾ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ്റെ എത്രയോ മടങ്ങ് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. ഇതൊരു സ്വതന്ത്രമായി രൂപീകരിച്ച ഇന്ത്യ ഫസ്റ്റ് എന്നുള്ള പോളിസിയിൽ വിശ്വസിക്കുന്ന പുതിയ ചാനലാണ്. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന ആളുകൾ ഇത് മറ്റൊരു ചാനലിൻ്റെ ഭാഗമാണെന്ന് കരുതാതെ ഇന്ത്യ ലൈവിനെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരം വാർത്തകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയൂ. അതുകൊണ്ട് നമ്മുടെ ലോഗോ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ നമ്മുടെ പേജ് തെളിയും. അവിടെ സബ്സ്ക്രിപ്ഷൻ ബാറുണ്ട്, സബ്സ്ക്രൈബ് അവിടെ ഒന്ന് വിരലമർത്തുക. തൊട്ടുപുറത്തുള്ള ബെൽ ഐക്കണിൽ അമർത്തിയാൽ നമ്മുടെ ചാനലിന് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക.